ജാർഖണ്ഡിൽ പോലീസുകാരെ കൊലപ്പെടുത്തിയ ശേഷം മൂന്നാറിൽ ഒളിവിൽ കഴിഞ്ഞ മാവോയിസ്റ്റ് NIAയുടെ പിടിയിലായി. മൂന്നാറിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സഹൻ ടൂട്ടിയാണ് പിടിയിലായത്. വിവിധ ഭാഷാ തൊഴിലാളികളുമായി കഴിയുകയായിരുന്നു. ഗൂഢാർവിള എസ്റ്റേറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, അപ്പോൾ കൃത്യമായ ഒരു പദ്ധതി പ്രകാരം പിന്തുടർന്നെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതായത് ഈ മാവോയിസ്റ്റുകളെ വിടില്ല എന്ന തീരുമാനം ഒരിക്കൽ കൂടി നടപ്പാക്കപ്പെടുന്നു അല്ലേ? കൃഷ്ണരാജ്, മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി മാവോയിസ്റ്റുകളുടെ വിവിധ കേസുകൾ കൊച്ചി NIA അടക്കം അന്വേഷിച്ച് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ ജാർഖണ്ഡിൽ 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ ഒളിവിൽ കഴിയുന്നു എന്ന വിവരം ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ഏറെ നാളുകളായി നിരീക്ഷണത്തിലാക്കിയ ശേഷമാണ് ഇയാളെ ടുട്ടുവിനെ പിടികൂടുന്നത്, സഹൻ ടൂട്ടിയെ പിടികൂടുന്നത്. ജാർഖണ്ഡിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇവിടെ മൂന്നാറിൽ ഗൂഢാർവിള എസ്റ്റേറ്റിൽ എത്തി അവിടെ ഭാര്യയ്ക്കൊപ്പം വിവിധ ഭാഷാ തൊഴിലാളി എന്ന രീതിയിൽ അവിടെ താമസിച്ച് തങ്ങി വരികയായിരുന്നു കുറേ നാളുകളായി. മറ്റാർക്കും യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇയാളെ സംബന്ധിച്ച് തോന്നിയിരുന്നില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ജോലിയെടുക്കുന്ന ആളുകളിൽ ഒരാൾ എന്ന് മാത്രമായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് NIAക്ക് കൃത്യമായ ചില സൂചനകൾ ലഭിച്ചു. അവർ ഏറെ നാളുകളായി ഇയാളെ നിരീക്ഷിച്ച് ഈ പ്രദേശം തന്നെ നിരീക്ഷണത്തിലാക്കിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രി പ്രതി പിടിയിലാകുന്നത്. ഇയാളുടെ കൂടെ ഈ ഒരു കൃത്യത്തിൽ പങ്കാളികളായ ആളുകളെല്ലാം, കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റു പലരും അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരുന്നു. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വലിയ തോതിൽ ജാർഖണ്ഡിന്റെ വനാന്തര മേഖലകൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ശക്തമാണ്. ആ മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് വേണ്ടി പ്രത്യേക സംഘങ്ങൾ തന്നെ, സേനകൾ തന്നെ രൂപീകരിച്ചായിരുന്നു അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള സംഘത്തിന് നേരെയാണ് മാവോയിസ്റ്റുകൾ ആക്രമണം അഴിച്ചുവിട്ടത്. അങ്ങനെയാണ് 3 പോലീസുകാർ ഇവരുടെ ആക്രമണത്തിൽ, മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. തുടർന്ന് പല ഭാഗങ്ങളിലേക്ക്, ഇതിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് സംഘങ്ങൾ പല ഭാഗങ്ങളിലേക്ക് ഒളിവിലേക്ക് പോയി. അതിൽ പലരും പിടിയിലായി എങ്കിൽ കൂടി ഈ ടുട്ടു ഏറെ നാളായി ഒളിവിൽ തന്നെ തുടരുകയായിരുന്നു. സഹൻ ടുട്ടി ഈ അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഇയാളും പിടിയിലായിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും. മാത്രമല്ല ഇന്ന് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയാണ്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ നടത്തേണ്ടതുണ്ട്. ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ ഏതെങ്കിലും മാവോവാദി ഗ്രൂപ്പുകളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു, ആരുടെയെങ്കിലും സഹായങ്ങൾ ഈ ഒളിവിൽ കഴിയുന്നതിന് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ലഭിക്കേണ്ടതുണ്ട്. കാരണം മൂന്നാർ മേഖലയിൽ മാവോയിസ്റ്റ് ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരം സാന്നിധ്യമുള്ള ആളുകളുടെ പങ്കാളിത്തമോ ഏതെങ്കിലും തരത്തിൽ ഇത്രയും നാൾ 1.5 വർഷത്തോളം ഇയാൾ ഈ ഭാഗങ്ങളിൽ ഒളിവിൽ താമസിച്ചിട്ടുണ്ടും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയോ ഏതെങ്കിലും സൂചനകൾ പോലുമോ ലഭിച്ചിരുന്നില്ല. എന്നാൽ കൃത്യമായ സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി വിശദമായി അന്വേഷിക്കുകയാണ്. ശരി, ജാർഖണ്ഡിൽ പോലീസുകാരനെ കൊലപ്പെടുത്തിയ ശേഷം മൂന്നാറിൽ ഒളിവിൽ കഴിഞ്ഞ മാവോയിസ്റ്റിനെ പിടികൂടി NIA. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണാകരൻ.